നിങ്ങൾക്കറിയാമോ, നിങ്ങൾക്ക് ഈ പ്രപഞ്ചവുമായി സംസാരിക്കാൻ കഴിയും. ജീവിതത്തിൽ നിങ്ങൾ എന്തൊക്കെ നേടാൻ ആഗ്രഹിക്കുന്നുവോ അതെല്ലാം ഈ പ്രപഞ്ചത്തോടും പ്രകൃതിയോടും നിങ്ങൾക്കാവശ്യപ്പെടാം. ഈ പ്രപഞ്ചം നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സഫലീകരിക്കും. കാരണം നമ്മളെ സൃഷ്ടിച്ചത് ഈ പ്രപഞ്ചമാണ്. നമ്മൾ പ്രപഞ്ചത്തോട് എന്തു ചോദിച്ചാലും അത് നമുക്ക് നൽകും. നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായും മാറ്റിമറിക്കാൻ പ്രപഞ്ചത്തിന് ശക്തിയുണ്ട്. നമ്മൾ ചുറ്റും പോസിറ്റീവ് ഊർജ്ജത്താൽ വലയം ചെയ്യപ്പെട്ടിരിക്കുന്നു. ആ പോസിറ്റീവ് ഊർജ്ജത്തിലൂടെ നമ്മുടെ വാക്കുകൾ പ്രപഞ്ചത്തിലെത്തുന്നു. ആകർഷണ നിയമത്തിൽ ലോ ഓഫ് അട്രാക്ഷൻ വിശ്വസിക്കുന്നവർക്കറിയാം, നമ്മുടെ ചിന്തകളുടെ സ്പന്ദനത്തിലൂടെയും ആവൃത്തിയിലൂടെയും വൈബ്രേഷൻസ് ആൻഡ് ഫ്രീക്വൻസി നമുക്ക് പ്രപഞ്ചവുമായി ബന്ധപ്പെടാൻ കഴിയുമെന്ന്. പ്രപഞ്ചത്തിന്റെ ശക്തി നിങ്ങൾ മനസ്സിലാക്കി തുടങ്ങുമ്പോൾ അതിനോട് ശക്തമായ ഒരു ബന്ധം സ്ഥാപിക്കാൻ നിങ്ങൾക്ക് എളുപ്പത്തിൽ സാധിക്കും. ഒരിക്കൽ പ്രപഞ്ചവുമായുള്ള നിങ്ങളുടെ ബന്ധം ശക്തമായാൽ ഈ പ്രപഞ്ചം നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റും. ആകർഷണ നിയമം ഗുരുത്വാകർഷണ നിയമം പോലെ തന്നെ കൃത്യമാണ്. അത് എല്ലായ്പ്പോഴും ഇവിടെയുണ്ടായിരുന്നു എന്നുമുണ്ടാകും. അതിനൊരിക്കലും തെറ്റുപറ്റില്ല. ഒരു കാര്യം നിങ്ങൾ നന്നായി മനസ്സിലാക്കണം, നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന നല്ലതോ ചീത്തയോ ആയ കാര്യങ്ങൾ അതെല്ലാം നിങ്ങൾ സ്വയം ആകർഷിച്ചതാണ്. നിങ്ങൾ കണ്ടുമുട്ടുന്ന ആളുകളും നിങ്ങൾക്ക് ലഭിക്കുന്ന അനുഭവങ്ങളും ഇതെല്ലാം നിങ്ങളുടെ ചിന്തകളിലൂടെ നിങ്ങൾ ആകർഷിച്ചതാണ്. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇതാണ് സത്യം. നിങ്ങളുടെ ജീവിതത്തിലെല്ലാം നല്ലതായിരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്വയം പ്രപഞ്ചവുമായി ബന്ധപ്പെടുത്താൻ ശ്രമിക്കുക. പൂർണ്ണ ഹൃദയത്തോടെ അതിൽ വിശ്വസിക്കുക. നല്ല കാര്യങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുക. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തിന്മയെ അകറ്റുക. ഈ വീഡിയോയിൽ നിങ്ങൾക്കെങ്ങനെ ഈ പ്രപഞ്ചത്തെ വിശ്വസിക്കാമെന്നും എങ്ങനെ പ്രപഞ്ചവുമായി ബന്ധപ്പെടാമെന്നും എങ്ങനെ പ്രപഞ്ചത്തോട് സംസാരിക്കാമെന്നും ഞങ്ങൾ പറഞ്ഞുതരും. ഈ തത്വം തിരഞ്ഞെടുക്കുന്നത് വഴി നിങ്ങൾ നിങ്ങളുടെ ആന്തരിക ആവൃത്തി ഇന്നർ ഫ്രീക്വൻസി മാറ്റാനും വ്യത്യസ്തമായി ചിന്തിക്കാനും ആഗ്രഹിക്കുന്നു എന്നാണ് അർത്ഥമാക്കുന്നത്. അതുവഴി നിങ്ങൾക്ക് അതുല്യമായ അനുഭവങ്ങൾ നേടാനും ജീവിതത്തിലേക്ക് പുതിയ അവസരങ്ങളെ ആകർഷിക്കാനും കഴിയും. നിങ്ങളുടെ ബോധത്തിന്റെ ആവൃത്തിയും ഊർജ്ജനിലയും വർദ്ധിപ്പിച്ച് പ്രപഞ്ചവുമായി സംസാരിക്കാൻ തയ്യാറെടുത്തോളൂ. ഇത് നിങ്ങളുടെ ചുറ്റുമുള്ള അന്തരീക്ഷത്തിൽ പ്രതിഫലിക്കും. ഇത് നിങ്ങളുടെ ഊർജ്ജത്തെ പ്രപഞ്ചത്തിൽ നിന്ന് പുതിയ അനുഭവങ്ങളെ ആകർഷിക്കാൻ അനുവദിക്കുന്നു. കാരണം ഈ പ്രപഞ്ചമാണ് നമ്മളെ സൃഷ്ടിച്ചത്. അതുകൊണ്ടുതന്നെ നമ്മുടെ ജീവിതത്തിലെ സംഭവങ്ങളെ രൂപപ്പെടുത്താൻ നമുക്ക് ചുറ്റും ഒരു ശക്തിയുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനകളും ആഗ്രഹങ്ങളും നിങ്ങൾക്ക് പ്രപഞ്ചത്തിലേക്ക് അയക്കാം. അവ ഒരു പ്രതിധ്വനി പോലെ നിങ്ങളിലേക്ക് തിരികെ വരുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. ഈ ശക്തി മനസ്സിലാക്കാനോ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും നേടാനോ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതൊരു പുതിയ ബന്ധമോ പുതിയ ജോലിയോ ധാരാളം പണമോ അല്ലെങ്കിൽ മനസ്സമാധാനമോ ആകട്ടെ, നിങ്ങൾക്കതെല്ലാം നേടാൻ കഴിയും. ഈ വീഡിയോയിൽ പ്രപഞ്ചവുമായി സംസാരിക്കാനും നിങ്ങൾക്ക് ആവശ്യമുള്ളത് ചോദിക്കാനും നിങ്ങളെ സഹായിക്കുന്ന ചില ലളിതമായ വഴികൾ ഞങ്ങൾ ഘട്ടം ഘട്ടമായി പറഞ്ഞുതരും. ഈ വഴികളെ നിങ്ങൾക്ക് പ്രപഞ്ചത്തിന്റെ ഫോൺ നമ്പർ എന്നും വിളിക്കാം. കാരണം അതിലൂടെ നിങ്ങൾക്ക് പ്രപഞ്ചവുമായി നേരിട്ട് സംസാരിക്കാൻ സാധിക്കും. അങ്ങനെയെങ്കിൽ നമുക്ക് പ്രപഞ്ചവുമായി ബന്ധപ്പെടാൻ കഴിയുന്ന ആ വഴികൾ അല്ലെങ്കിൽ ഫോൺ നമ്പറുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഘട്ടം 1. പ്രപഞ്ചവുമായി നിങ്ങളുടെ ബന്ധം വളർത്തുക. നിങ്ങൾ ഇതുവരെ ആകർഷണ നിയമം ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ ആകർഷണ നിയമം എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നറിയില്ലെങ്കിൽ, ആദ്യം നിങ്ങൾ പ്രപഞ്ചവുമായി ഒരു ബന്ധം സ്ഥാപിക്കേണ്ടതുണ്ട്. അതിലൂടെ പ്രപഞ്ചത്തിൽ ആകർഷണ നിയമം എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെ പ്രപഞ്ചം ഏറ്റവും നിഗൂഢമായ ഒന്നാണ്. ഇന്നുവരെ ഒരു ശാസ്ത്രജ്ഞനും ഒരു വലിയ ശാസ്ത്രീയ കണ്ടെത്തലിനും അതിന്റെ എല്ലാ രഹസ്യങ്ങളും വെളിപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. അത് ഏറ്റവും ശക്തവും വലുതും എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നതുമാണ്. പ്രപഞ്ചവുമായി ശക്തമായ ഒരു ബന്ധം വളർത്താൻ ആദ്യം നിങ്ങൾ അതിന്റെ ദിവ്യശക്തിയിൽ വിശ്വസിക്കുകയും അതിന്റെ അത്ഭുതങ്ങൾക്കായി ക്ഷമയോടെ കാത്തിരിക്കുകയും വേണം. പ്രപഞ്ചത്തിന്റെ ശക്തി നിങ്ങൾക്ക് ഏതു രൂപത്തിലും സൂചനകൾ നൽകിയേക്കാം. ലളിതമായി പറഞ്ഞാൽ, പ്രപഞ്ചം നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഏതു രൂപത്തിലും ഉത്തരം നൽകിയേക്കാം. ആകാശത്തിലൂടെ പറക്കുന്ന ഒരു പക്ഷി നിങ്ങൾക്ക് ഒരു സൂചന നൽകിയേക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു ഫോൺ കോളിന്റെ രൂപത്തിൽ നിങ്ങൾക്ക് ഒരു സൂചന ലഭിച്ചേക്കാം. പ്രപഞ്ചത്തിൽ നിന്നുള്ള സൂചനകൾ ഏതു രൂപത്തിലും നിങ്ങളിലേക്ക് വന്നേക്കാം. ഇതിനായി നിങ്ങൾ തികച്ചും ശാന്തമായിരിക്കണം. പ്രപഞ്ചശക്തിയിലുള്ള നിങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണം. അതായത് നിങ്ങൾ പ്രപഞ്ചത്തിൽ വിശ്വസിച്ചാൽ മാത്രം മതി. ഘട്ടം 2. നിങ്ങളുടെ ലക്ഷ്യം നിർണയിക്കുക. രണ്ടാമത്തെ ഘട്ടം നിങ്ങൾക്ക് പ്രപഞ്ചത്തിൽ നിന്ന് എന്താണ് വേണ്ടതെന്ന് മനസ്സിലാക്കുക എന്നതാണ്. നിങ്ങൾ അതിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത്? നിങ്ങൾ പ്രപഞ്ചത്തോട് എന്തെങ്കിലും ആവശ്യപ്പെടുമ്പോൾ അത് നിറവേറ്റുന്നതിനുള്ള സൂചനകളോ അല്ലെങ്കിൽ അതിലേക്കെത്താനുള്ള വഴികളോ ആദ്യം നിങ്ങൾക്ക് ലഭിക്കാൻ തുടങ്ങും. നിങ്ങൾ ആ സൂചനകൾ മനസ്സിലാക്കുകയും ശരിയായ ദിശയിൽ പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് ലഭിക്കും. പക്ഷേ നിങ്ങൾ ആവശ്യപ്പെട്ടതുപോലെ തന്നെ അത് ലഭിക്കുമെന്ന് പറയാൻ കഴിയില്ല. കാരണം ഒരു വ്യക്തി ഹൃദയത്തിൽ വെറുപ്പും നിഷേധാത്മകതയും വെച്ച് പ്രപഞ്ചവുമായി ബന്ധപ്പെടാനും എന്തെങ്കിലും ചോദിക്കാനും ശ്രമിച്ചാൽ അവന്റെ പ്രാർത്ഥന പരാജയപ്പെട്ടേക്കാം. അതിനാൽ പ്രപഞ്ചത്തെ പൂർണ്ണ ബഹുമാനത്തോടെയും നല്ല മനസ്സോടെയും അനുഭവിക്കുക. നിങ്ങളുടെ മനസ്സിൽ ആർക്കും ഒരു ദോഷവും വരുത്താൻ ആഗ്രഹിക്കരുത്. നിങ്ങളുടെ നല്ല ചിന്തകൾ പ്രപഞ്ചത്തിലേക്കെത്തിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ കണ്ണുകൾ അടച്ച് ആഴത്തിൽ ശ്വാസമെടുക്കുക. നിങ്ങളുടെ ശ്രദ്ധ ഹൃദയത്തിലും ശ്വാസത്തിലും കേന്ദ്രീകരിക്കുക.
ഹൃദയം കൊണ്ട് പ്രപഞ്ചത്തെ അനുഭവിക്കുക. നിങ്ങൾക്ക് ശരിക്കും പ്രപഞ്ചത്തിൽ നിന്ന് എന്താണ് വേണ്ടതെന്ന് ചിന്തിക്കുക. പ്രപഞ്ചവുമായി ബന്ധപ്പെടാനുള്ള നിങ്ങളുടെ ഉദ്ദേശം ശക്തമാകുമ്പോൾ, നിങ്ങൾ അതിനെക്കുറിച്ച് ബോധവാന്മാരാകുമ്പോൾ, പ്രപഞ്ചശക്തിക്ക് നിങ്ങളുടെ ശരീരത്തിലും ജീവിതത്തിലും എളുപ്പത്തിൽ കടന്നുവരാൻ കഴിയും. അവ നിങ്ങളുടെ ജീവിതം മാറ്റാൻ ശ്രമിക്കും. ഘട്ടം 3. സങ്കൽപ്പിക്കുക, വിഷ്വലൈസ്. സങ്കല്പശക്തി അമൂല്യമായ ഒരു ശക്തിയാണ്. ഈ ശക്തി ഉപയോഗിച്ച് ഒരു വ്യക്തിക്ക് അവന്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും സാധ്യമാക്കാൻ കഴിയും. നിങ്ങൾ കണ്ണുകളടച്ച് ആത്മാർത്ഥമായി പ്രപഞ്ചത്തിന്റെ ശക്തിയുമായി ബന്ധപ്പെടാൻ തുടങ്ങുമ്പോൾ, ആ നിമിഷം അതിനെ അനുഭവിക്കുക, അതിന്റെ ശക്തികൾ അനുഭവിക്കുക. നിങ്ങൾ പ്രപഞ്ചത്തോട് എന്തെങ്കിലും ആവശ്യപ്പെടുമ്പോൾ അത് നിങ്ങൾക്ക് ലഭിച്ചതായി സങ്കൽപ്പിക്കുക. പ്രപഞ്ചത്തിന്റെ ശക്തികൾ അനുഭവിക്കാൻ നിങ്ങളുടെ 5 ഇന്ദ്രിയങ്ങളും ഉപയോഗിക്കുക. ഭാവിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന സാഹചര്യത്തെ സങ്കൽപ്പിക്കുക, ആ അവസ്ഥയെ അനുഭവിക്കുക. നിങ്ങളുടെ വർത്തമാനകാലത്ത് നിങ്ങൾ ആ അവസ്ഥയിലാണെന്ന് വിചാരിച്ച് അത് അനുഭവിക്കുക. നിങ്ങളുടെ 5 ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് ആ അവസ്ഥയെ അനുഭവിക്കുക. ഈ ശക്തിയുടെ രഹസ്യം നിങ്ങളുടെ ശ്രദ്ധ മുഴുവൻ നിങ്ങളുടെ വികാരങ്ങളിൽ കേന്ദ്രീകരിക്കുന്നതിലാണ്. നിങ്ങളുടെ പ്രാർത്ഥനയെ ഹൃദയം കൊണ്ട് അനുഭവിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനയുമായി വൈകാരികമായി എത്രത്തോളം അടുക്കുന്നുവോ അത്രത്തോളം ആഴത്തിൽ നിങ്ങൾക്ക് അത് അനുഭവിക്കാൻ കഴിയും. പ്രപഞ്ചം നിങ്ങളുടെ ആഗ്രഹങ്ങൾ എത്രയും വേഗം നിറവേറ്റും. ഘട്ടം 4. പ്രപഞ്ചത്തിന് നന്ദി പറയുക. നിങ്ങൾ ശാശ്വത സമാധാനത്തോടും സംവേദനക്ഷമതയോടും കൂടി സ്വയം പോസിറ്റീവ് വികാരങ്ങളുമായി ബന്ധിപ്പിക്കുമ്പോൾ, അത് ദൈവവുമായി സംവദിക്കാനും എന്തും ചോദിക്കാനുമുള്ള ഏറ്റവും നല്ല സമയമാണ്. നന്ദി പ്രകടിപ്പിച്ചു തുടങ്ങുക, കാരണം ഇത് നിങ്ങളുടെ വികാരങ്ങളെ പ്രപഞ്ചത്തിലേക്ക് എത്തിക്കുന്നു. നിങ്ങൾ അയച്ച പ്രാർത്ഥന പ്രപഞ്ചം സ്വീകരിക്കുകയും ചെയ്യുന്നു. പ്രപഞ്ചത്തോട് ഹൃദയത്തിൽ നിന്ന് പ്രകടിപ്പിക്കുന്ന നന്ദി ഒരു പ്രത്യേക സ്പന്ദനാവൃത്തി, വൈബ്രേഷണൽ ഫ്രീക്വൻസി സൃഷ്ടിക്കുന്നു. ആ ആവൃത്തി പ്രപഞ്ചത്തിലെത്തുന്നു. നിങ്ങളുടെ കണ്ണുകൾ അടച്ച് സ്വയം കണ്ടെത്താൻ ശ്രമിക്കുക. സന്തോഷമായിരിക്കുക. പ്രപഞ്ചത്തോടും ദൈവത്തോടും പ്രകൃതിയോടും നന്ദി പ്രകടിപ്പിക്കുക. ഘട്ടം 5. സ്വയം മോചിപ്പിക്കുക. ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, നിങ്ങളുടെ ജീവിതത്തിന്റെ പൂർണ്ണ നിയന്ത്രണം നിങ്ങൾ പ്രപഞ്ചത്തിന് കൈമാറുന്നു. നിങ്ങൾ സ്വയം ആ അവസ്ഥ അനുഭവിക്കുമ്പോൾ നിങ്ങൾക്ക് വിഷമിക്കേണ്ട ആവശ്യമില്ല. പ്രപഞ്ചം അത് നിങ്ങൾക്ക് എങ്ങനെ നൽകുമെന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല, കാരണം ഈ രഹസ്യം പ്രപഞ്ചത്തിന് മാത്രമേ അറിയൂ. ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതം കൂടുതൽ പോസിറ്റിവിറ്റിയോടും ബോധത്തോടും കൂടി ജീവിക്കണം, കാരണം ഇതിനുശേഷം നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഏതു രൂപത്തിലും ഉത്തരം ലഭിക്കാം. ഞങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ, ഇതിനായി നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ചുറ്റുപാടുകളെക്കുറിച്ചും നടക്കുന്ന യാദൃച്ഛികതകളെക്കുറിച്ചും ബോധവാന്മാരായിരിക്കണം. കാരണം ദൈവം നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെയാണ് സൂചനകൾ നൽകുന്നത്. നിങ്ങൾ ആ സൂചനകൾ മനസ്സിലാക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും മാത്രം ചെയ്താൽ മതി. ഇത് നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റാൻ തുടങ്ങും. ഈ എല്ലാ ഘട്ടങ്ങളും പൂർത്തിയാക്കിയ ശേഷം ഏറ്റവും പ്രധാനപ്പെട്ടത് 6ാം ഘട്ടമാണ്. ഘട്ടം 6. പ്രപഞ്ചത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുക. നിങ്ങൾ ആവശ്യപ്പെടുന്നത് നിങ്ങൾക്ക് ലഭിക്കും, പക്ഷേ അത് നിങ്ങൾക്ക് ശരിയായ സമയത്ത് മാത്രമേ ലഭിക്കൂ. നിങ്ങൾ അയച്ച പ്രാർത്ഥനയോ ആഗ്രഹമോ ശരിയായ സമയത്ത് നിങ്ങളിലേക്ക് തിരികെ വരുമെന്ന് നിങ്ങൾ വിശ്വസിക്കണം. നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥന പ്രപഞ്ചത്തിലേക്ക് അയച്ചു കഴിഞ്ഞാൽ അത് നിറവേറ്റുന്നതിനുള്ള പ്രക്രിയയിൽ നിങ്ങൾ വിശ്വസിക്കണം. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നുള്ള പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കാനും പ്രപഞ്ചവുമായി സംസാരിക്കാനും നിങ്ങളുടെ ജീവിതത്തിലെ ആഗ്രഹം സാക്ഷാത്കരിക്കാനും നിങ്ങളുടെ ലക്ഷ്യത്തെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടും ക്ലിയർ വിഷൻ നിങ്ങൾക്കുണ്ടായിരിക്കണം. പ്രപഞ്ചത്തിന് ആശയക്കുഴപ്പമുണ്ടാക്കുന്ന സൂചനകൾ നൽകരുത്. നിങ്ങളുടെ ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക, മനസ്സ് ശാന്തമാക്കുക. നിങ്ങൾക്ക് പ്രപഞ്ചത്തിൽ നിന്ന് എന്താണ് വേണ്ടതെന്ന് ചിന്തിക്കുക. നിങ്ങളുടെ ഹൃദയത്തിൽ സ്നേഹം വയ്ക്കുക, ഹൃദയം ശുദ്ധമായി സൂക്ഷിക്കുക, പോസിറ്റീവായിരിക്കുക. ഇപ്പോൾ പ്രപഞ്ചത്തോട് നിങ്ങൾ ആവശ്യപ്പെട്ടതെന്താണെന്ന് പൂർണ്ണ ഹൃദയത്തോടെ അനുഭവിക്കുക. പ്രപഞ്ചത്തോട് നിങ്ങളുടെ നന്ദി പ്രകടിപ്പിക്കുക. പ്രപഞ്ചത്തിലേക്ക് നിങ്ങളുടെ പ്രാർത്ഥന അയച്ച ശേഷം അത് നിങ്ങളുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകുന്നതിനായി കാത്തിരിക്കുക. നിങ്ങളുടെ ചുറ്റും സംഭവിക്കുന്ന മാറ്റങ്ങൾ അനുഭവിക്കുക. പ്രപഞ്ചത്തിന്റെ വികാസം മനസ്സിലാക്കാൻ ശ്രമിക്കുക. എല്ലായ്പ്പോഴും ദയയുള്ളവനായിരിക്കുക. ഇങ്ങനെ ഈ മുഴുവൻ പ്രക്രിയയും പൂർത്തിയാകുന്നു. ഈ പ്രക്രിയയ്ക്ക് ശേഷം നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും പ്രപഞ്ചത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ മാത്രം മതി. അത് നിറവേറുന്നതിനായി കാത്തിരിക്കുക. അത് പൂർത്തിയാകും. ഇതിലെല്ലാം പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രപഞ്ചത്തോട് സംസാരിക്കുക എന്നതാണ്. ഇത് നിങ്ങളെ ആത്മീയമായി പ്രപഞ്ചത്തിന്റെ ശക്തികളുമായും രഹസ്യങ്ങളുമായും ബന്ധിപ്പിക്കും. നിങ്ങളുടെ ചുറ്റും പോസിറ്റീവ് ഊർജ്ജമുള്ള ഒരു ലോകത്തിൽ നിങ്ങൾ സ്വയം കണ്ടെത്തുന്നതുപോലെ തോന്നും. നിങ്ങൾ ഈ ഘട്ടങ്ങൾ പിന്തുടരുമ്പോൾ നിങ്ങൾ ഒരിക്കലും ചിന്തിച്ചിട്ടില്ലാത്ത നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സഫലമാകും. ഈ വീഡിയോ പ്രപഞ്ചവുമായി ബന്ധപ്പെടാനും പൂർണ്ണ ഹൃദയത്തോടെ പ്രപഞ്ചത്തോട് പ്രാർത്ഥിക്കാനും അതിൽ വിശ്വസിക്കാനും എപ്പോഴും പോസിറ്റീവായിരിക്കാനും ദൈവത്തിൽ ആശ്രയിക്കാനും നിങ്ങളെ സഹായിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ഇതിനകം ഈ പ്രക്രിയയിലാണെങ്കിലോ അല്ലെങ്കിൽ ഇത് തുടങ്ങാൻ പോകുകയാണെങ്കിലോ നിങ്ങളുടെ യാത്രയ്ക്ക് ഞങ്ങൾ എല്ലാവിധ ആശംസകളും നേരുന്നു. വീഡിയോ മുഴുവൻ കണ്ടതിന് നിങ്ങൾക്ക് ഒരുപാട് നന്ദി. വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്ത് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരുമായി പങ്കുവയ്ക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നന്ദി.